ഒന്ന് നിർത്തുക, ഒന്ന് നിർത്തുക. അല്ല തമ്പ്യത്തിയ എങ്ങോട്ടാണാവോ? ഞങ്ങള് പുല്ലാറ്റുപുറത്ത് വരെ പോവാ. അന്ന് രാത്രിയിലത്തെ ആ സംഭവത്തിന് ശേഷം തറവാട്ടിൽ പല അനിഷ്ടങ്ങളും ഉണ്ടായി. ബ്രഹ്മദത്തൻ നമ്പൂരിപ്പാടിനെ കണ്ടിട്ട് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി പോവാ. താങ്കൾ വേണം കയറിയോ? ഇതാര്? നമ്മുടെ പട്ടയത്ത് പപ്പനാഥ സാറല്ലയോ? അല്ലല്ലോ. അല്ല ഉണ്ണിത്താനത്തിയല്ലോ. ഞാൻ ആകെ അങ്ങ്. അല്ല ഇതാര്? നമ്മുടെ കുഞ്ചാകുട്ടിയല്ലയോ? അടയ്ക്കണോ? അടച്ച വീട് തുറക്കണോ? തുറക്കണോ? വേഗം വിട്. അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ. തനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങുക. അല്ല ഇതാരാ? വാര്യമ്പള്ളിയില് മീനാക്ഷി അല്ലയോ? എന്താ മോളെ സ്കൂട്ടറില്? മോളോ? ഏത് മോള്? ചേട്ടാ ഇത് ഞാനാ. ഞാൻ ദാസപ്പൻകുട്ടി. ഓ നീയാണോ? ചേട്ടൻ അറിഞ്ഞോ? മാടമ്പള്ളിയിലെ അടുക്കളക്കാരി ശാന്ത എന്നോട് പറഞ്ഞത് നമ്മുടെ ചെമ്പങ്കോട്ടെ ശ്രീദേവിക്ക് പ്രാന്താന്ന്. ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ചേട്ടാ ചേട്ടാ കാട്ടോർമ്മൻ ചേട്ടാ, എന്തോ കുഴപ്പമുണ്ടല്ലോ. സണ്ണി, നീ എന്തായി തപ്പുന്നത്? അല്ലെ ഇവിടുത്തെ കുളിമുറി ഏതാ? നീ കുളിക്കണം. ദേ അവിടെയാ. എനിക്ക് ഉടുത്തു പറയാനുള്ള മുണ്ടൊന്നുമില്ല. മുണ്ടൊക്കെ കത്തിയ ബാഗിന്റെ അതാ. നീ എനിക്കൊരു മുണ്ട. നീ അങ്ങോട്ട് ചെല്ല, ഞാൻ മുണ്ട് കൊടുത്തേക്കാം. ഇവിടുത്തെ വലത്തോട്ടില്ലേ? അതെ അതെ. ഞാനാ ഉച്ചയ്ക്ക് വന്ന ഡോക്ടർ ഇല്ലയോ സണ്ണി? എന്നാലും എന്റെ മുണ്ടിങ്ങോട്ടിട്ട് നല്ല കാര്യമായി. ഞാൻ കുളിക്കാൻ പറഞ്ഞു വെച്ചതാ. ഞാൻ ഉടുത്തു പോയി. ഇത് നല്ല കൂത്താ. പിന്നെ ഞാനിപ്പോഴെങ്ങനെ പുറത്തോട്ടിറങ്ങുന്നത്? അതിനൊരു പണിയുണ്ട്. ഞാൻ ഇപ്പൊ തരാം. എന്നെ മനസ്സിലായ? എനിക്കത് കാണണമായിരുന്നു. എപ്പോഴാ? എന്നോടൊരുത്തരും വർത്താനം പറഞ്ഞാലുണ്ടല്ലോ പറഞ്ഞേക്കാം. തന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇടോ എന്റെ മുണ്ട് ഇങ്ങോട്ട് തരാൻ. എന്റെ മുണ്ട് തരാൻ. വേറെ ആരും അറിയണ്ട. നമ്മള് രണ്ടുപേരും മാത്രം. രാത്രിയോ പകലോ എനിക്ക് എപ്പോഴെങ്കിലും ഇത്തിരി സമയം തന്നാ ഞാനത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തോളാം. പട്ടി തലവഴിക്കാട് പറഞ്ഞാലുണ്ടല്ലോ എന്റെ വിധം മാറും. വല്ലവരും ഇപ്പൊ കേട്ടോണ്ട് വന്ന എന്താ വിചാരിക്കാം? ഇവിടെ മുണ്ട് നടക്കാം. നിങ്ങളുടെ മുണ്ടം ഒരു മനുഷ്യനോട് ഒരു മുണ്ടാൻ സമ്മതിക്കത്തില്ല. അയ്യേ, ഞാൻ ഈ വീട്ടില് ഉച്ചയ്ക്ക് വന്നതാ. നമ്മള് കുളിമുറി വാതിൽ വെച്ച് കണ്ടു. എന്നിട്ട് ഞാൻ ആരാന്ന് ചോദിച്ചില്ലല്ലോ. എന്തിനു വന്നൂന്നെങ്കിലും ചോദിക്കാമായിരുന്നില്ലേ? അറിയാം. എന്നെ ചികിത്സിക്കാൻ അമേരിക്കയിൽ നിന്നും വന്നിരിക്കുന്ന ഡോക്ടർ അല്ലേ? ഓ, അപ്പൊ എല്ലാം അറിഞ്ഞല്ലേ? ശരി, അങ്ങനെ ഒരു ഡോക്ടർ റെഡി. ഇനി ചികിത്സിക്കാൻ ഒരു രോഗിയെ വേണമല്ലോ. അതിനല്ലേ എന്നെ ഇവിടെ ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നത്. എല്ലാരും കൂടെ ചികിത്സിക്ക്. സമ്മതിച്ചല്ലോ. രോഗിയാണെന്ന് സമ്മതിച്ചല്ലോ. അത് മതി.
എന്താ കിടക്കുന്നില്ലേ? വാ, നിന്റെ മുറി കാണിച്ചു തരാം. ഞാൻ എപ്പ കിടക്കുന്നു, എവിടെ കിടക്കുന്നു എന്നൊന്നും നിങ്ങൾ നോക്കണ്ട. ഞാൻ ഇവിടെ വന്നിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചേക്ക്. ശ്രീദേവി ചേച്ചിയെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? കണ്ടു, കുഴപ്പമുണ്ട്. പക്ഷെ നകുലൻ പറഞ്ഞ അത്ര പ്രശ്നമൊന്നുമില്ല. പ്രൈമറി സ്റ്റേജാ, ശരിയാക്കാം. നിങ്ങൾ പോയി കിടന്നോ. ഇന്നിനി ഇവിടെ ഒന്നും സംഭവിക്കില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആരാ? ആരാത്? ആരാത്? നകുലൻ, നകുലൻ. എന്താ? അവിടെ വലിയ മോൾ കറങ്ങി അതുണ്ട്. മോശമായി. താൻ ഇവിടെ കറങ്ങി നടക്കുന്ന മൂത്രം
തട്ടുമ്പുറത്താണോ മൂത്രം? അല്ല മൂത്രമൊഴിക്കാൻ വേണ്ടിട്ട്. താനെ കണ്ടപ്പോ എന്തിനാ ഓടിയെ? അത് മുട്ടിട്ട് വയ്യാത്തോണ്ടാ. ആര് മുട്ടി? എപ്പ മുട്ടി? എന്തിനു മുട്ടി? എവിടെ വെച്ച് മുട്ടി? എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ട് ഞാൻ വരുമായിരുന്നു. എവിടെ മൂത്രം ഒഴിക്കും? ഇവിടെയോ? ഇവിടെ ഒഴിക്കേ ഒഴിക്കേ. കിണ്ടി ഞാൻ കണ്ട്. കിണ്ടി കിണ്ടി. അതെ, രാത്രി ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ശരിയല്ല കേട്ടാ കിണ്ടി. ഇപ്പൊ ഞാൻ രക്ഷപ്പെട്ടു കേട്ടാ കിണ്ടി. കിണ്ടി കിണ്ടി. സണ്ണി സണ്ണി, അത് കൊള്ളാം. ഇന്നലെ രാത്രി ഇവിടെയാണോ കിടന്നുറങ്ങിയത്? അതെ, ഇന്നലെ രാത്രി കലാപരിപാടികളൊക്കെ കഴിഞ്ഞപ്പോ നേരം വളരെ ഇരുട്ടി. കലാപരിപാടിയോ? എന്ത് കലാപരിപാടി? ഇവിടെ ആരാ ക്ലാസിക്കൽ നൃത്തം പഠിക്കുന്നത്? ഇവിടെ ആരും പഠിക്കുന്നില്ലല്ലോ. ഇല്ലേ? പിന്നെ ഇന്നലെ മുകളിലത്തെ മുറിയില് ആരോ ചെലങ്ക കിട്ടി നൃത്തം ചെയ്യുന്ന കേട്ടു. ചെലങ്ക കേട്ടോ? ആ സണ്ണി അത് ശരിക്കും കേട്ടോ? കേട്ടു, പക്ഷെ ആർട്ടിസ്റ്റിനെ കണ്ടില്ല. ആ മുകളിലെ തെക്കേ അറ്റത്തെ മുറി അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണല്ലോ. രാത്രി അതിന്റെ അകത്ത് ആരാ കിടക്കാറ്? ഇല്ല, അതിപ്പോ പൂട്ടാറില്ലല്ലോ. തെക്കിനി മുറിയാ, അതിലാരും കിടക്കാറുമില്ല. ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും. നമുക്കൊന്ന് പോയി നോക്കാം. ചായ പിന്നെ കുടിക്കാം. ആ കണ്ണാടിക്കടുത്ത് വാ. ഇത് പൂട്ടിയിട്ടില്ലല്ലോ. പൂട്ടിട്ടില്ല? അത് ശരി. അപ്പൊ ഇതാണ് നകുലൻ പറഞ്ഞ വിവാദ വിഷയമായ നിങ്ങളുടെ തെക്കിണി അല്ലേ? ഉയ്യോ, ഇതാണ് ആ ക്രൂരനായ പഴയ കാരണവരല്ലേ? മുഖം കണ്ടാൽ തന്നെ അറിയാം ആളത്ര ശരിയല്ല. ഈ മറ്റേ പാർട്ടി എവിടെ? ആ നർത്തകി വാ, അതാണ്. എനിക്കപ്പോ തെറ്റി, പാടെ തെറ്റി. എന്താ? ആ കാരണവര് വെറും പാവ, പരമശുദ്ധൻ. അതെന്താ? ഈ സ്ത്രീയാണ് പണ്ടത്തെ രാമനാഥന്റെ കാമുകയും നർത്തകിയുമായ നാഗവല്ലിയെങ്കിൽ ഇവരെ ആ കാരണവര് പിടിച്ചോണ്ട് പോയി എനിക്കൊരു പരാതിയില്ല. എങ്ങനെ പിടിച്ചോണ്ട് പോവായിരിക്കും? എന്തൊരു സ്ട്രക്ചർ എന്റെ അമ്മച്ചി. സണ്ണിക്ക് ആ രാമനാഥൻ വന്ന് താമസിച്ചിരുന്ന വീട് കാണണ്ടേ? വാ. ദേ, അപ്പൊ ഇവിടെ വന്നെന്നാണ് പണ്ട് നാഗവല്ലി ഒരു മുറൈ വന്ന് പാരായോ പാസലേ നടിവാരായോ. സണ്ണിക്ക് നാഗവല്ലിയുടെ ആഭരണങ്ങളൊക്കെ കാണണ്ടേ? ദേ, മുല്ലമുട്ടുമാല, മാങ്ങാമാല, മേക്കാമോതിരം, കാശുമാല, നെറ്റിച്ചുട്ടി. അയ്യോ, ചെലങ്കയുടെ അതവിടെ എവിടെയെങ്കിലും കാണുന്നേ? അയ്യോ, എന്റെ ചായ തണുത്തു, എനിക്ക് ബാത്റൂമിൽ പോകാനുള്ള. താൻ നടക്കുമ്പോ എന്തോ ഒരു ശബ്ദം, താൻ നടക്കുമ്പോ എന്തോ ഒരു കിലുക്കം. ചിലങ്ക ഇതെവിടെ കിട്ടി? ആ തളത്തിൽ കിട്ടിയതാ. അത് ശരി, താനാണ് രാത്രിയിൽ ഇതൊക്കെ ഇട്ടോണ്ട് ഇവിടെ കറങ്ങി നടക്കുന്നല്ലേ? പിന്നെ എന്തിനാ പോക്കറ്റ് ഇട്ട്? അത് ഇത് കെട്ടിക്കൊണ്ട് നടന്നാല്, അല്ല പോക്കലിട്ട് നടന്നാലേ വേറെ ചിലങ്ങനെ ശബ്ദം കേൾക്കുമെന്ന് അറിയാനാ. ഓഹോ, അപ്പൊ എന്റെ ഇരുന്നാലും കുഴപ്പമില്ലല്ലോ. എന്തായത് വേണോ? എന്നാ പൊയ്ക്കോ. കിണ്ടി അല്ല, കിണ്ടിയേ, കിണ്ടി 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 കിണ്ടി. എന്താ എങ്ങനെയുണ്ട്? എന്തിനാ ഇന്നലെ രാത്രി വന്ന് അങ്ങനെ വിളിച്ചത്? അതും ചികിത്സയുടെ ഭാഗമായിരിക്കും. ശ്രീദേവിക്ക് എന്ത് തോന്നിയാലും അത് നല്ല ലക്ഷണമാണ്. ഹരിക്കുമ്പോഴും ഗുണിക്കുമ്പോഴും ഉത്തരം ശരിയാണെന്ന് തോന്നിയാലും ഒന്നുകൂടെ ഹരിച്ചും ഗുണിച്ചും നോക്കുന്നത് നല്ലതല്ലേ? എന്തോന്നാ? ഈ ഹരിക്കുമ്പോഴും ഗുണിക്കുമ്പോഴും
ഉത്തരം ശരിയാണെന്ന് തോന്നിയാണെന്നുള്ള ഹജ്ജും കുടിച്ച് നോക്കും നല്ലല്ലേന്ന്. അയ്യോ ചോ, തൊടരുത്. പോടാ. എടി കൊച്ചേ, നിന്നെ അയാൾ ജനലിന്റെ ഇടയിൽ കൂടെ കൈയിട്ട് എന്തോ ചെയ്യുമായിരുന്നു. അയാൾ ആള് പെശകാ. വന്ന ദിവസം തന്നെ എന്നെ ഒന്ന് ട്രൈ ചെയ്തതാ. നോക്കി കണ്ടുമൊക്കെ നടന്നോണം. എനിക്ക് ചുമ്മാ അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് വന്നേ. അമ്പലത്തിലേക്ക് പോവാം. ആ എങ്കിൽ ആ ശ്രീദേവിയും കൂടെ കൂട്ടിക്കൊണ്ടുപോ. എന്താ? അമ്പലത്തിൽ പോവാണെങ്കിലേ ആ ശ്രീദേവിയും കൂടെ കൂട്ടിക്കൊണ്ടുപോ. എന്തിന്? എന്തിന് എന്നൊന്നും ഇനി എന്നോട് ചോദിക്കാൻ പാടില്ല. എനിക്ക് എന്ത് വേണമെങ്കിലും ഇപ്പൊ ഈ വീട്ടിൽ ചെയ്യാം. വേണമെങ്കിലേ നിന്റെ മുറപ്പെണ്ണിന്റെ കൂടെ കയറി കിടക്കാം. കിടക്കട്ടെ. അതൊക്കെ ചികിത്സയുടെ ഒരു ഭാഗമായിട്ട് കൂട്ടിക്കണം. മുറപ്പെണ്ണിന്റെ കാര്യം പറഞ്ഞോണ്ട് നീ വല്ലാതാകണ്ട. നീ അവരുമായിട്ട് അമ്പലത്തിലേക്കൊക്കെ ഒന്ന് പോ. എന്നിട്ട് കഴിയുന്നത്ര അടുത്തിടപഴകാൻ നോക്ക്. ബാല്യത്തിലെന്ന പോലെ ഞാനതൊക്കെ ഒന്ന് കാണട്ടെ, ഒന്ന് പഠിക്കട്ടെ. അത് വേണോ? വേണം 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 വേണം. അത് വേണം നബില. പാവം, ട്രീറ്റ്മെന്റ് വല്ലതും നിശ്ചയിച്ചോ? ഈ കാണുന്നതൊക്കെ ട്രീറ്റ്മെന്റ് ഭാഗമാണെന്ന് കൂട്ടിക്കോ. അതെന്താ? പഴയ പാർട്ടികളാ ഇക്കണക്കിനാ എന്റെ ട്രീറ്റ്മെന്റ് എങ്കില് ഗംഗയ്ക്ക് വേറെ കല്യാണം ആലോചിക്കേണ്ടി വരുമെന്നാ എനിക്ക് തോന്നുന്നത്. എന്തൊക്കെയാ ഈ പറയുന്നേ? അപ്പോ നകുലേട്ടനെ കുറിച്ച് സണ്ണി ഇങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നേ? ഞാനൊരു തമാശ പറഞ്ഞതാ, അത് വിട്ടേരെ. അല്ലേലും സണ്ണി ഇങ്ങനെ തന്നെയാ, എന്തിലും ദോഷം മാത്രമേ കാണൂ. അതെ അതെ ശരിയാ. നിങ്ങളുടെ ഈ മാടമ്പള്ളി തെക്കിനിയിലും ഞാൻ ചില ദോഷങ്ങൾ കാണുന്നുണ്ട്. തെക്കിനില്ലോ? എന്താ? വേറൊന്നുമല്ല, അവിടെ എന്തൊക്കെയോ ചില മറിമായങ്ങളൊക്കെ നടക്കുന്നില്ലേ എന്നൊരു സംശയം. വിലപിടിപ്പുള്ള പല സാധനങ്ങളുള്ള മുറിയാ. എന്താ ഇത് കണ്ടോ? ഇതെവിടുന്ന് കിട്ടി? ഇതാ നാഗവല്ലിയുടെ ചിലങ്ക. അതായത് 150 പരം വർഷങ്ങൾ പഴക്കമുള്ള ചിലങ്ക. ആ എന്നാ തെറ്റി. ഇതാ ചിലങ്കയല്ല. ഇതിന് 5 വർഷത്തെ പഴക്കം പോലുമില്ല. എന്ന് വെച്ചാൽ നാഗവല്ലിയുടെ വിലപിടിപ്പുള്ള ഒറിജിനൽ ചിലങ്ക തെക്കിനിയിൽ നിന്ന് പോയി എന്നർത്ഥം. എവിടെ പോവാൻ? ഇത് തന്നെയാ ആണെന്ന് തോന്നാം, പക്ഷെ ഒറിജിനൽ അല്ല. ചുമ്മാ ഇരി സണ്ണി. പുരാവസ്തു ഗവേഷണം എന്നും പറഞ്ഞ് ഞാനും കുറച്ചു വർഷം ഉറക്കം അടച്ചതാ. ഇത് അത് തന്നെയാ. ഗംഗയ്ക്കൊരു ചുക്കും അറിയില്ല. ഇത് നാഗവല്ലിയുടെ ചിലങ്കയല്ല. അതെ അതെ അതെ. അല്ലെങ്കിലോ? ആണെങ്കിലോ? അല്ലാന്ന്. അതേന്ന് എന്നാര് പറഞ്ഞു? ഞാൻ പറയുന്നു. ഞാൻ ഇതൊക്കെ കുറെ പഠിച്ചിട്ട് തന്നെ. എന്നാ അങ്ങേപ്പുറത്ത് പോയി പഠിച്ചിട്ടാ ഞാൻ പറയുന്നത് ഇത് നാഗവല്ലിയുടെ ചിലങ്കയല്ല. ചുമ്മാ കിടന്ന് തർക്കിക്കാതെ. ആരാ തർക്കിച്ച്? ഞാനാണോ? പിന്നെ ഞാനാണോ? ഞാൻ 1000 തവണ വ്യക്തമായി തെളിയിക്കാം, ഇത് നാഗവല്ലിയുടെ ചിലങ്കയല്ല. ഗംഗയ്ക്ക് ഒരു കുന്തം അറിയില്ല. എനിക്കോ? 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 വേണ്ട 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 വേണ്ട. നമ്മൾ തമ്മിൽ കിടന്ന് തർക്കിച്ചിട്ട് കാര്യമില്ല. പോയി പണിയോ പോ. എന്താ സണ്ണി, എന്തു പറ്റി? ചുമ്മാ കിടന്ന് തർക്കിക്കാന്നേ. മനുഷ്യന്മാര് ബാക്കിയുള്ളവരൊക്കെ മത്തായി കുട്ടിമാരല്ലേ. തന്റെ ഭാര്യയൊക്കെ സമ്മതിച്ചു. എന്നാലും നീ എന്താ ഒരുമാതിരി കൊച്ചു കുട്ടികളെ പോലെ? പോട്ടടാ. പോട്ടെ. അതാ പൊക്കെ ഞാൻ പിന്നെ വന്നോളാം.